കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന സ്വർണ്ണക്കൊള്ളക്കേസിൽ അപ്രതീക്ഷിതമായ തിരിച്ചടികളാണ് സിപിഎമ്മിനെ തേടിയെത്തിയിരിക്കുന്നത്. ഇതുവരെ യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശിനെ പ്രതിക്കൂട്ടിലാക്കി ആശ്വസിച്ചിരുന്ന ഇടത് കേന്ദ്രങ്ങളെ നിശബ്ദരാക്കുന്ന സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തന്നെ ചോദ്യം ചെയ്ത പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ വെറുമൊരു മറുപടിയല്ല, മറിച്ച് സിപിഎമ്മിന്റെ അടിവേരിളക്കുന്ന സത്യങ്ങളാണ് അടൂർ പ്രകാശ് തുറന്നുവിട്ടത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ പോറ്റിയെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് മുന്നിലെത്തിച്ചത് താനാണെന്ന് വരുത്തി തീർക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തിയിരുന്നു. പോറ്റിക്കായി വഴിയൊരുക്കിയ യഥാർത്ഥ പാലം താനല്ലെന്നും അത് സിപിഎം എംപിയായ ജോൺ ബ്രിട്ടാസ് ആണെന്നുമാണ് അടൂർ പ്രകാശ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ വെളിപ്പെടുത്തലോടെ കഥയാകെ മാറി മറിയുകയാണ്. പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തു നൽകിയത് സിപിഎമ്മിന്റെ ഡൽഹിയിലെ വിശ്വസ്തനായ ജോൺ ബ്രിട്ടാസ് ആണെന്ന വസ്തുത പുറത്തു വന്നതോടെ മുഖ്യമന്ത്രിയും പാർട്ടിയും വലിയൊരു കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ ഉരുണ്ടുകളിക്കുന്ന ഒരു ബ്രിട്ടാസിനെയാണ് നമുക്ക് കാണാനായത്. മാധ്യമങ്ങളോട് എന്ത് പറയണമെന്നറിയാതെ അടൂർ പ്രകാശ് ഭ്രാന്തനാക്കാൻ നോക്കുകയാണ് ബ്രിട്ടാസ്. സകല സിപിഎം നേതാക്കൾക്കും ബന്ധമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബ്രിട്ടാസിന് മാത്രം അറിയില്ല. എന്തായാലും ബ്രിട്ടാസിന്റെ ഉരുണ്ട് കളിക്കൽ വീഡിയോ നമുക്കൊന്ന് കാണാം. അദ്ദേഹത്തിന്റെ പാർട്ടിയെയും അദ്ദേഹത്തിന്റെ പാർട്ടി നേതൃത്വത്തെയും അദ്ദേഹത്തെ തന്നെയും ഈ അബദ്ധത്തിന്റെ പടുകുഴിയിലേക്ക് വലിച്ചഴക്കരുതെന്നുള്ള ഒരു വിനീതമായിട്ടുള്ള അഭ്യർത്ഥന മാത്രമാണുള്ളത്. ഞാൻ അദ്ദേഹത്തിനെതിരെ ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ള കാര്യത്തിൽ എന്നാൽ ഒരു ഉണ്ടയില്ല വെടി ജോൺ ബ്രിട്ടാസിനെതിരെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചെങ്കിൽ അങ്ങനത്തെ ഒരു കൗതുകമാണ് അദ്ദേഹത്തിനുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ മറിച്ച് വസ്തുതാപരമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം സിവിലും ക്രിമിനലായിട്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കും. ഉറപ്പല്ലായിരുന്നു സംശയിക്കുന്നത്. ഇതില് അങ്ങ് സംസാരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ഈ 10 ജൻപത്തിൽ നടന്ന കൂടിക്കാഴ്ചയെ സംബന്ധിച്ചൊക്കെ ഈ SIT യഥാർത്ഥത്തിൽ സോണിയാഗാന്ധിയിൽ നിന്ന് മൊഴിയെടുക്കണ്ടേ, അന്വേഷണം ഡൽഹിയിലേക്ക് വ്യാപിപ്പിക്കണ്ടേ? അല്ല, SIT എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ ഒരു ചോദ്യം അന്തരീക്ഷത്തിലുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് പോറ്റി മാത്രമല്ലെന്ന് ഞാൻ ഈ പടം കാണിച്ചല്ലോ. ഈ പറയുന്ന ബെല്ലാരി രാജ എന്നൊക്കെ പറഞ്ഞൊരു കഥാപാത്രമില്ലേ എന്ന് പറഞ്ഞ ബെല്ലാരി ഗോവർദ്ധൻ, പിന്നെ പങ്കജ് ഭണ്ഡാരി, ഇതൊക്കെ ആർക്കറിയാം? ഇവരോടൊക്കെ ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ് അടൂർ പ്രകാശ്, സോണിയാഗാന്ധി. അടൂർ പ്രകാശിന്റെ മുഖത്തൊക്കെ ഉള്ളൊരു ദീപ്തി കാണണം. ഇത് പിന്നെ നൂല് കെട്ടിക്കുന്നു. അദ്ദേഹം ആദ്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലേ ഇപ്പോൾ പറഞ്ഞേക്കുന്നു. അദ്ദേഹത്തിന് നേർക്കുയർന്നു വന്ന ഒരു ചോദ്യത്തോടും തൃപ്തികരമായൊരു പ്രതികരണം ഉണ്ടായില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അദ്ദേഹം പ്രകാശനിലേക്ക് അന്വേഷണം എന്ന് പറയുമ്പോൾ സോണിയാഗാന്ധിക്കെതിരെ അന്വേഷണം വേണ്ടേ? കാരണം ഇത്രയും വലിയ ആൾക്കാരുമായിട്ടൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അന്വേഷണം ആ രീതിയിലും വേണ്ടേ? അല്ല, ഇപ്പം യഥാർത്ഥത്തിൽ സോണിയാഗാന്ധിയിലേക്ക് ഈ അന്വേഷണത്തെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അടൂർ പ്രകാശ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സംശയമുണ്ട് ഈ ബെല്ലാരി ഗോവർദ്ധനും ഈ അതുപോലെ തന്നെ പങ്കജ് ഭണ്ഡാരിയൊക്കെ വരും. കർണാടകയിലൊക്കെയാണല്ലോ ഈ ഗോവർദ്ധൻ ഉള്ളത്. അപ്പോൾ കർണാടക രാഷ്ട്രീയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് പരോക്ഷമായിട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ പുള്ളി ഇങ്ങനെ ഇത് പറയുന്നതെന്ന് പോലും എനിക്കൊരു സംശയമുണ്ട്. ഈ അടൂർ പ്രകാശിന് ഈ സാധാരണഗതിയിൽ കാണിക്കേണ്ട യുക്തിഭദ്രത ഇല്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചില കുബുദ്ധികളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം UDF കൺവീനറായത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സമന്വിതയായ നേതാവ് സോണിയാഗാന്ധിയെ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് വലിച്ചഴക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ഇനിയെങ്കിലും സമചിത്തതയോടുകൂടി സാധാരണഗതിയിൽ ഒരു പദവിയിലിരിക്കുന്ന ആൾ സംസാരിക്കുന്നത് പോലെ അതിൻ്റെ ഗൗരവവും അതിൻ്റേതായ രീതിയും അവലംബിച്ചുകൊണ്ട് സംസാരിക്കണമെന്ന് ഒരു എളിയ പൊതുപ്രവർത്തന നിലയിൽ ഒരു ഉപദേശം വെറുതെ സൗജന്യമായിട്ട് അദ്ദേഹത്തിന് കൊടുക്കാനുണ്ട്. അത്രയേ ഉള്ളൂ. ഏത് പോറ്റി? ഈ പോറ്റിയുമായിട്ട് ആർക്ക് ബന്ധം? ഈ പോറ്റിയൊക്കെ ഞാൻ കേൾക്കണം തന്നെ ഈ ശബരിമല വിവാദത്തിന് ശേഷമാണ്. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയല്ലേ കേട്ടിട്ടുണ്ടാവുക? അതിന് മുമ്പ് കേട്ടിട്ടുണ്ടാ? ഇല്ല, ഉണ്ടോ ഇല്ലയോ? ഇല്ല, അതന്നെ എൻ്റെ സ്ഥിതി. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഈ പോറ്റി ഇവർക്കൊക്കെ നല്ല പരിചയമാണെന്നുള്ള കാര്യം തന്നെ എന്നെ ഞെട്ടിക്കുകയാണ്. പോറ്റി വിളിച്ചാൽ ഈ വിദ്വാരത്തിന് അങ്ങോട്ട് കയറി പോകണമെന്നാൽ അപ്പോൾ സോണിയാഗാന്ധിയെ കാണണമെങ്കിൽ പോറ്റിയുടെ സഹായം വേണോ? ഇപ്പം ഇദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താണ്? പിന്നെ സോണിയാഗാന്ധി ഒന്നും അടൂർ പ്രകാശിനൊന്നും വെറുതെ ഒന്നും അപ്പോയിൻമെൻറ്റ് കൊടുക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ഈ അടൂർ പ്രകാശ് ഡൽഹിയിൽ വരുന്നതിന് മുമ്പ് എത്രയോ കാലം മുമ്പ് ഞാൻ ഡൽഹിയിലുള്ള ആളാണ്. 35-38 വർഷമായിട്ട് ഞാൻ ഡൽഹി പ്രവർത്തിക്കുന്ന ഒരാളല്ലേ. എനിക്കറിയില്ലേ എങ്ങനെയാണ് ഈ സോണിയാഗാന്ധിയുടെ 10 ജൻപത്തിലെ രീതി എന്നുള്ളത്. കരുണാകരനെ പോലും കൂട്ടാക്കാതെ കരുണാകരൻ വ്രണതഹൃദയനായി തിരിച്ചു പോയതാണല്ലേ. മുഖ്യമന്ത്രി പറഞ്ഞില്ലേ ഹെമന്ത ബിശ്വ. അത് മാത്രമല്ല, ഒരു ഡസൻ നേതാക്കളുടെ പേര് ഞാൻ പറഞ്ഞുതരാം, കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ. അപ്പോഴാണ് പോറ്റി മാത്രമല്ല ഗോവർദ്ധനും ഭണ്ഡാരിയും അടൂർ പ്രകാശും ഇവരെല്ലാം കൂടി അവിടെ ഇങ്ങനെ അങ്ങൊന്ന് വിരകുകയാണ്. എന്തായിരിക്കും അതിന് കാരണം? കാരണം SIT കണ്ടുപിടിക്കണം.
എന്താ കാരണം വെച്ചാൽ ഇപ്പം ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. അതായത് അടൂർ പ്രകാശ് തൻ്റെ പ്രതികരണങ്ങളിലൂടെ, അത് മാത്രമല്ല വിരുദ്ധമായ പ്രതികരണങ്ങളിലൂടെ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ല അദ്ദേഹം ഇപ്പോൾ പറയുന്നത്, ഈ പ്രതികരണങ്ങളിലൂടെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെയും വലിയ ഒരു അപകടത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കെങ്കിലും ബോധ്യമുണ്ടാകണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. പോറ്റിയതാരാ? പോറ്റിയത് ഇവരൊക്കെയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ല. ഇപ്പം ഇനിയിപ്പോൾ അടുത്ത പാർലമെൻറ്റ് സമ്മേളനം വരുമ്പോൾ പോറ്റിയെ ടൺ ജൻപത്തി കയറ്റിയതാരെന്നുള്ളൊരു മുദ്രാവാക്യം കൂടി ഇവർ വിളിക്കേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യത്തെ പാരഡിക്ക് പകരം വേറൊരു പാരഡിയും കൂടെ കണ്ടെത്തണം. പോറ്റിയെ 10 ജൻപത്തിൽ കയറ്റിയതാര്, അടുത്ത ടാഗ് ലൈൻ അതായിരിക്കണ്ടേ. ആ ടാഗ് ലൈൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ അടൂർ പ്രകാശിന്റെ മണ്ടത്തരമൊക്കെ വഴിവെക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഈ പാരഡിയൊന്നും പാടാൻ വേണ്ടി നിൽക്കില്ല കേട്ടാ. എന്നുവെച്ചാൽ കേരളത്തിന്റെ പേരെങ്ങനെ മോശമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പാർലമെന്റിന്റെ കവാടോ പാർലമെന്റിന്റെ അങ്കണമോ ഒന്നും ഞങ്ങൾ അതിന് വേണ്ടി ഉപയോഗിക്കില്ല. മുഖ്യമന്ത്രിയെ കണ്ടതാണ് കോൺഗ്രസ് പ്രതിരോധിക്കാനായി കോൺഗ്രസ് നേതാക്കളെല്ലാം പറയുന്ന ഒരു കാര്യം. മുഖ്യമന്ത്രി അതേക്കുറിച്ച് വിശദമായി പ്രതികരിച്ചില്ലേ. അതായത് താഴെ ഒരു ഫംഗ്ഷൻ നടന്നു എന്താണെന്നുള്ളൂ. അതുകൊണ്ട് AI ചിത്രമൊക്കെ വന്നപ്പോൾ തന്നെ പോലീസ് നടപടിയെടുത്തില്ലേ. ഞാനതാ ആലോചിച്ചു, യഥാർത്ഥത്തിൽ ഈ അടൂർ പ്രകാശിനെ ആരെങ്കിലും ഉപദേശിക്കണം. ഒരു AI ചിത്രമൊക്കെ എന്നെ കൊണ്ടൊന്ന് ഉണ്ടാക്കിച്ചിട്ട് വേണ്ടിട്ടിട്ട് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ബലം കിട്ടിയത്. ഇനിയും വേണം അതിന് ശ്രമിക്കാവുന്നതാണ്. മുന്നണി മര്യാദ പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അങ്ങ് സോണിയാഗാന്ധിക്കെതിരെ നേരിട്ടൊരു ആക്ഷേപമോ ഒന്നും ഉന്നയിക്കാത്തത്? അല്ല, നമ്മളിപ്പോഴും നമ്മുടെ പൊതുജീവിതത്തിൽ ഓരോരുത്തർ അലങ്കരിക്കുന്ന പദവിയെ നമ്മൾ ബഹുമാനിക്കണം. ഇപ്പം ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ വ്യക്തിപരമായിട്ടൊരു ആക്ഷേപം ഉന്നയിച്ചെങ്കിൽ കേട്ടിട്ടുണ്ടോ? ചിലരിങ്ങനെ പ്രതികരിച്ച് എന്നെക്കൊണ്ട് ചിലത് പ്രതികരണം വാങ്ങിയെടുക്കുക എന്നുള്ളതല്ലാതെ ഞാൻ ഒരാളെക്കുറിച്ചും പ്രതികരിക്കാറില്ല. സോണിയാഗാന്ധി എന്ന് പറയുന്നത് എൻ്റെ മുതിർന്ന സഹപ്രവർത്തകയാണ് രാജ്യസഭയിൽ. ഞാൻ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ്. ഞാൻ വിശ്വസിക്കുന്നില്ല, അതായത് സോണിയാഗാന്ധി തൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് ഈ പോറ്റിയെ ക്ഷണിച്ചു വരുത്തി നൂല് കെട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് അവർ തീരുമാനിക്കേണ്ടതാണ്. അതൊക്കെ ഇവരുണ്ടാക്കുന്ന കണങ്കഥകളാണ്. പക്ഷെ അവർ ഈ കെട്ടുകഥകൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ആ ബഹുമാന്യമായിട്ടുള്ള ആ വ്യക്തിത്വത്തെ അവർ വീണ്ടും വീണ്ടും അപകീർത്തിപ്പെടുത്തുകയാണ്. നമ്മുടെ പൊതുജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ, ദേശീയ തലത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ഈ രൂപത്തിലേക്ക്, വിവാദങ്ങളിലേക്ക് അവരുടെ പാർട്ടിയിലെ നേതാക്കൾ തന്നെ വലിച്ചഴക്കുന്നത് ദൗർഭാഗ്യകരമാണ്. എൻ്റെ എതിർ പാർട്ടിയാണെങ്കിൽ പോലും നമ്മൾ പൊതുജീവിതത്തിൽ കാണിക്കേണ്ട ചില മര്യാദകളുണ്ട്, സഭ്യതകളുണ്ട്. അതുകൊണ്ട് അവരത് ചെയ്യാൻ പാടില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു ഉപദേശം. അന്ന് പാർലമെന്റിൽ ധർമ്മേന്ദ്ര പ്രധാൻ അന്ന് പ്രസ്ഥാനം നടത്തിയതിന് താങ്കൾ അതിനെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിനുശേഷം കോൺഗ്രസ് നേതാക്കളെല്ലാം ആ ഒരു കോൺഗ്രസ് നേതാക്കൾക്ക് വേറൊന്നും പറയാനില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പം കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും അറിയാം മൂപ്പർ ഉണ്ടെങ്കില വെടി നടത്തിയതാണ് അടൂർ പ്രകാശ്. എന്താ കാരണം വെച്ചാൽ ഇങ്ങനെ വിഭ്രാന്തിയുടെ അങ്ങനെ പാരമ്യത്തിലേക്ക് പുള്ളി എത്തിയിരിക്കുകയാണ്. എന്ത് പറയണമെന്ന് തന്നെ അയാൾക്കറിയില്ല. ഒരു ചോദ്യത്തോടും കൃത്യകരമായി പ്രതികരിക്കാനും തയ്യാറല്ല. അങ്ങനെയുള്ള വിഭ്രാന്തി വരുമ്പോൾ പല രൂപത്തിൽ പല ആക്ഷേപങ്ങളും ഉന്നയിക്കും. അത് അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും ബാധകമായ കാര്യമാണ്. ഇപ്പോൾ പോറ്റി ഗോവർദ്ധനൊക്കെ ഇത്തരത്തിൽ കേരളത്തിന് പുറത്തോട്ടുകൂടെ വരുമ്പോൾ അതിലൊരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെടുമോ? അല്ലേ, ഇതിപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണല്ലോ. ഹൈക്കോടതിയിൽ വളരെ പ്രധാനപ്പെട്ട ജഡ്ജിമാരല്ലേ ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിതൊക്കെ കാണുന്നുണ്ടാവുമല്ലോ, കേൾക്കുന്നുണ്ടാവുമല്ലോ. ഈ അടൂർ പ്രകാശിനെ പോലുള്ള ആൾക്കാർ പരസ്പര വിരുദ്ധമായിട്ട് കിടക്കപ്പായി എഴുന്നേൽക്കുമ്പോൾ ഓരോന്ന് തിരുത്തി പറയുന്നതൊക്കെ അവർ കാണുന്നതും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഹൈക്കോടതി എന്തായാലും അതൊക്കെ പരിശോധിച്ചിട്ട് യുക്തമായിട്ടൊരു തീരുമാനമെടുക്കട്ടെ. ഹൈക്കോടതി എടുക്കുന്ന ഏത് തീരുമാനത്തോടും ഒപ്പം നിലകൊള്ളുക എന്നുള്ളതായിരിക്കണം